നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വീണ്ടും നിത്തികാ ദേവതയുടെ ഒരു മാജിക്കിനെ കുറിച്ചാണ്. നിത്തികാ ദേവതയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പലർക്കും അതിൻ്റെ ഫലം ലഭിച്ചതായും അവർ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ എത്ര തന്നെ നല്ല മനുഷ്യരായി ഇരുന്നാൽ പോലും നമ്മുടെ കൈകളിൽ പണം എന്ന ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് പല സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും സ്നേഹവും ബഹുമാനവും ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണത്തിന് അത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത്. ജീവിതത്തിൽ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ സമ്പാദ്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ആ രണ്ട് കാലങ്ങളെയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പണത്തിൻ്റെ മൂല്യം എത്രമാത്രം ഉയർന്നതാണ് എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടുന്നില്ല. വിശ്വസിച്ച് കൊടുത്തവർ ആ പണം തിരികെ എൻ്റെ കയ്യിൽ തരുന്നില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ശമ്പള വർധനവ് തരുന്നില്ല. മാത്രമല്ല ശമ്പളത്തിൻ്റെ ബാക്കി പോലും തരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച ന്യായമായ തുക അവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദേവതയാണ് നിത്തികാ ദേവത. ഇത് ഒരു സ്പിരിറ്റാണ്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ നേരത്തെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നതായിരിക്കും. പണത്തിൻ്റെ ദേവതയാണ് നിത്തികാ ദേവത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. പലരും നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ച് അവർക്ക് ആഗ്രഹിച്ച തുക ലഭിക്കുന്നുണ്ട് എന്നും ചിലർക്ക് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ആവശ്യമായത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കണം നമ്മൾ ആ കാര്യം ചോദിക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും വീഡിയോകളിലൂടെ പറയുന്നുണ്ട് എന്ന് കരുതി ആ വീഡിയോകളെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നമുക്ക് പണം കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫലം നേടിയെടുക്കുവാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ രൂപ അത് എത്രയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾ നിത്തികാ ദേവതയോട് ശരിയായ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നിത്തികാ ദേവത നമ്മുടെ ആവശ്യപ്രകാരം ആ പണം നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ഇതുവരെയും നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ച് ഫലം ലഭിക്കാത്തവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് കൂടി കാണാം. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്നു തന്നെ നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു കാര്യം ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിത്തിക എന്നുള്ള ഏഞ്ചലിൽ നമ്മൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കണം. രണ്ടാമതായി വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിച്ചു വെക്കേണ്ടതാണ്. ചെറിയ തുക നിങ്ങൾ ആദ്യം നിശ്ചയിച്ചു വെക്കുക. കാരണം നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് യാതൊരുവിധ ഫലവും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി മാറി കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു ചെറിയ തുക നിങ്ങൾ നിശ്ചയിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ശാന്തമായി നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമുക്കില്ലാതെ നമ്മൾ എവിടെയെങ്കിലും സമാധാനത്തോടു കൂടി ഇരുന്നു കൊണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനായിട്ട് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് പരീക്ഷിക്കുവാനായിട്ട് രാവിലെയോ ഉച്ച സമയത്തോ രാത്രി സമയത്തോ തിരഞ്ഞെടുക്കാവുന്നതാണ്. എങ്കിലും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ ഉണർന്നതിന് ശേഷം രാവിലെ ആദ്യം ചെയ്യുന്നത് ഈ ഒരു പ്രവൃത്തിയാണെങ്കിലും സാരമില്ല. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സമാധാനത്തോടു കൂടി ഇരിക്കുവാൻ സാധിക്കുന്ന സ്ഥലത്തോ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു ശ്വാസം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക എത്ര രൂപയാണോ ആ തുക നിങ്ങൾ ഏതു രീതിയിലാണോ നിങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വേറെ ആരോടെങ്കിലും
പണം ചോദിച്ചിട്ടുണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചിട്ട് അതിൽ നിന്നും പണം വരുന്നതായിട്ടോ, അതുമല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള തുക നിങ്ങളിലേക്ക് എത്തുന്നത് പോലെയോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം നിങ്ങൾ സങ്കല്പിക്കുകയാണ് വേണ്ടത്. ഇതിനെ വിഷ്വലൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ എത്രമാത്രം വിഷ്വലൈസ് ചെയ്യുവാൻ സാധിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തും. അത് പണമാണെങ്കിലും വേറെ ഏതൊരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവുമായിട്ടുള്ള മനസ്സിൽ വിഷ്വലൈസേഷൻ വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക. ഇനി ആ പണം നമ്മൾ കൈകളിൽ വാങ്ങി എണ്ണി നോക്കുന്നത് പോലെയും ആ പണം നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി എടുത്തു വെക്കുന്നത് പോലെയും ആ പണം കൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും പുതിയതായി വാങ്ങിക്കുവാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സാധനം വാങ്ങിക്കുന്നത് പോലെയും അത് നിങ്ങൾ തൊട്ടു നോക്കുന്നത് പോലെയും, ഒരു വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്നത് പോലെയും, അല്ലെങ്കിൽ വിദേശ യാത്രയാണെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്നത് പോലെയും, ഇങ്ങനെ നിങ്ങൾ ആ പണം കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നുവോ അതെല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വളരെ പതുക്കെ ഇങ്ങനെ പറയുക: ഡിയർ നിത്തിക, ഞാൻ ആഗ്രഹിച്ച തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി. ഡിയർ നിത്തിക, ഞാൻ ആഗ്രഹിച്ച തുക, അത് എത്ര രൂപയാണെങ്കിലും നിങ്ങൾക്കത് പറയാവുന്നതാണ്. ഞാൻ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പേരും പറയാവുന്നതാണ്. ഇനി അഥവാ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണ് പറയുന്നതെങ്കിൽ അവരുടെ പേര് പറയാവുന്നതാണ്. ഇങ്ങനെ ഡിയർ നിത്തിക, ഞാൻ ആഗ്രഹിച്ച 25,000 രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി. ഡിയർ നിത്തിക, ഞാൻ ആഗ്രഹിച്ച 25,000 രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്നിങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നമുക്ക് പറയാവുന്നതാണ്. ഇത് നമ്മുടെ മനസ്സിലെ കോൺസെൻട്രേഷൻ മാറുന്നത് വരെയും നമുക്ക് ഈ ഒരു വാക്ക് പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ 51 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. സ്വിച്ച് വേർഡ് ഇതാണ്: ഗോൾഡൻ സൺറൈസ് നിത്തിക കൗണ്ട് ഡിവൈൻ. ഗോൾഡൻ സൺറൈസ് നിത്തിക കൗണ്ട് ഡിവൈൻ. ഗോൾഡൻ സൺറൈസ് നിത്തിക കൗണ്ട് ഡിവൈൻ എന്ന ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ 51 പ്രാവശ്യം പറയേണ്ടതാണ്. ഈ സ്വിച്ച് വേർഡ് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം വീണ്ടും താങ്ക് യു നിത്തിക, താങ്ക് യു നിത്തിക, താങ്ക് യു നിത്തിക എന്ന് പറഞ്ഞ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് നിങ്ങൾ നിത്തികാ ദേവതയോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം തന്നെ നിത്തികാ ദേവത നമുക്ക് തന്നനുഗ്രഹിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മുടെ ബാക്കിയുള്ള ജോലികളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നിത്തിക ഏഞ്ചലിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാതിരിക്കരുത്. മറിച്ച് നമ്മുടെ പ്രയത്നത്തോടൊപ്പം നമുക്ക് ന്യായമായി ലഭിക്കുവാനുള്ള തുകയാണ് നമ്മളിപ്പോൾ നിത്തികാ ദേവതയോട് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് വിധേനയാണെങ്കിലും ചെറിയ തുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ലോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നമ്മൾ കുറച്ച് വലിയ തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ 1 2 തവണയായിട്ട് നമുക്ക് ആ പണം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇത് ഒരു വെറും വാക്കല്ല. നമ്മുടെ ജീവിതത്തിലെ പണക്കഷ്ടത്തെ ഇല്ലാതാക്കുവാനുള്ള അത്ഭുത ദേവതയായ പണത്തിൻ്റെ ദേവത അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ദേവത എന്നറിയപ്പെടുന്ന നിത്തികാ ദേവതയോടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ ആവശ്യങ്ങൾ നിത്തികാ ദേവത നിറവേറ്റി തരും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഫലം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ, നിങ്ങൾ ആദ്യം ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യം വീണ്ടും ഇത് ആവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള പണം നിങ്ങളെ തേടി വരുവാനുള്ള ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്, ഈ ഒരു നിത്തികാ ദേവതയുടെ സ്വിച്ച് വേർഡ് ഏതൊരു സമയത്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. രാവിലെ ഉണർന്നതും നമുക്ക് 11
11 പ്രാവശ്യം പറയാം. അതുപോലെ തന്നെ ഉച്ച സമയത്ത് മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമുക്ക് 11 പ്രാവശ്യം പറയാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് 11 പ്രാവശ്യം പറയാം. ഈ ഒരു സ്വിച്ച് വേർഡിനും നിത്തികാ ദേവതയുടെ പേരിനും പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള അതീതമായ ശക്തിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴെല്ലാം നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യം വരുന്നുവോ അപ്പോഴെല്ലാം ഈ സ്വിച്ച് വേർഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ചെയ്തു നോക്കൂ, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ച് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നവർ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഈ ഒരു കാര്യം കൂടി ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.